കാട്ടകാമ്പാൽ പൂരം കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം മടങ്ങിയായിരുന്ന യുവാവിനും ഭാര്യയ്ക്കും നേരെ ആക്രമണം. എടപ്പാൾ തയ്യിൽപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ മകൻ 36 വയസ്സുള്ള സുബീഷ്, ഭാര്യ ബിൻസി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാമപുരം സ്വദേശികളായ ആദർശ്, ഋതുൽ, സൂരജ് എന്നിവർക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെ രാമപുരം ഡിസ്പെൻസറിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. രാമപുരത്തുള്ള മാമന്റെ വീട്ടിൽ പൂരം കാണാൻ എത്തിയതായിരുന്നു സുബീഷും കുടുംബവും. സുബീഷിന്റെ മാമന്റെ മകൻ പ്രണവും പ്രതികളും രാമപുരം ബോയ്സ് എന്ന ക്ലബിലെ അംഗങ്ങളാണ്. പൂരത്തിനിടെ പ്രതികൾ ന്യൂ നിലവ് കമ്മിറ്റി അംഗങ്ങളുമായി വാക്കുതർക്കത്തിലും ഉന്തും തള്ളിലും ഏർപ്പെട്ടിരുന്നു. ഇതെന്തിനാണെന്ന് ചെയ്തതെന്ന് പ്രണവ് ചോദിച്ചതിനെ തുടർന്ന് പ്രതികൾ പ്രണവുമായി തർക്കത്തിലായി. നീ അവരുടെ ഭാഗം നിൽക്കുകയാണോ എന്ന് ചോദിച്ചായിരുന്നു പ്രണവിനോടുള്ള പ്രകോപനം. തർക്കം കണ്ടുനിന്ന ബന്ധുവായ സുബീഷ് വിഷയത്തിൽ ഇടപെടുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിലുള്ള വിരോധം വെച്ചാണ് പൂരം കഴിഞ്ഞ കുടുംബത്തോടൊപ്പം മടങ്ങിയ സുബീഷിനെ പ്രതികൾ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഇടിക്കട്ട പോലുള്ള മാരകായുധം ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ആക്രമണത്തിൽ സുബീഷിന്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സുബീഷും ഭാര്യ ബിൻസിയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഒരേ ക്ലബ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നും സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളൊന്നുമില്ലെന്നും പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്.